തീമോഥെയോസിന്റെ രണ്ടാം ലേഖനം പൗലോസ് അപ്പോസ്തലൻ അവസാനമായി എഴുതിയ ലേഖനം എന്നാണ് അറിയപ്പെടുന്നത്. റോമിലെ ഇരുളടങ്ങിയ കാരാഗൃഹത്തിൽ നിന്ന് രക്തസാക്ഷിത്വത്തെ പുൽകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന അപ്പസ്തോലൻ തന്റെ ആത്മീയ പുത്രന് എഴുതുന്നതാണ് ഈ ലേഖനം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അമൂല്യമായ അനേക കാര്യങ്ങളുണ്ട്. 2 തീമോഥെയോസ് 1-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. യേശുവിന് സാക്ഷ്യം നൽകുന്നവർ നേരിടുന്ന 3 വെല്ലുവിളികളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്റെ ആത്മീയപുത്രനെ ഉപദേശിക്കുന്നുണ്ട്. ഒന്നാമത്തെയാണ് ശക്തി, 2 സ്നേഹം, 3 ആത്മനിയന്ത്രണം. ദൈവവേല ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരിൽ ശക്തിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ ഉപദേശിക്കുകയാണ്, മോനെ, നിന്റെ ശക്തി പലപ്പോഴും ചോർന്നു പോകുന്നതായി നിനക്ക് തോന്നും, എങ്കിലും നിനക്ക് ദൈവം ഒരാത്മാവിനെ തന്നിട്ടുണ്ട്. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ശക്തിയുടെ ആത്മാവിനെ. ആ ശക്തി കൊണ്ട് മാത്രമേ നിനക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെയാണ് സ്നേഹം. ആത്യന്തികമായി എല്ലാ ദൈവ ശുശ്രൂഷകളും സ്നേഹത്തിന്റെ ശുശ്രൂഷയാണ്. സ്നേഹമില്ലെങ്കിൽ അതൊരിക്കലും ഒരു ശുശ്രൂഷയല്ല. പക്ഷെ പലപ്പോഴും സ്വാഭാവികമായ മാനുഷിക ശക്തിയിൽ നമ്മൾ മുന്നേറുമ്പോൾ പലപ്പോഴും പല ഭാഗത്തു നിന്നുള്ള വലിയ പോരാട്ടങ്ങളിൽ നമുക്ക് യേശുവിനോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ സ്വന്തം ശക്തിയിൽ പിടിച്ചു നിൽക്കുവാനോ സ്നേഹിക്കുവാനോ സാധിക്കാതെ വരുമ്പോൾ നീ ഓർക്കണം, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവിനാൽ നിനക്കവരെ സ്നേഹിക്കുവാൻ സാധിക്കും. മൂന്നാമതായാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. ഗ്രീക്ക് ബൈബിളിൽ ഈ ആത്മനിയന്ത്രണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം സൊഫ്രോണിസ്മോസ് എന്നാണ്. ഈ ഒരു പദം പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ആത്മസംയമനമുണ്ട്. അതിന്റെ ഗ്രീക്ക് പദം എക്രേഷ്യ എന്നാണ്. അത് രണ്ടും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റേബിൾ മൈൻഡ് എന്നാണ്. അതായത് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വികാരപരമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ്. ലൈംഗിക ആസക്തികളെ മറ്റാസക്തികളെയൊക്കെ വികാരപരമായി നിയന്ത്രിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കൃപയ്ക്കാണ് എക്രേഷ്യ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗലാത്യ 5-ാം ലേഖനത്തിൽ. എന്നാൽ ഇവിടെ പറയുന്ന സൊഫ്രോണിസ്മോസ് എന്ന് പറയുമ്പോൾ ഒരു ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ വ്യക്തി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു സ്റ്റേബിൾ മൈൻഡ്, അതായത് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്ന ദൃഢമായ മനസ്സ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആത്മനിയന്ത്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർക്കറിയാം, ആത്മാക്കളെ വിവേചിക്കാൻ പോലും ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. പല കാര്യങ്ങൾ അത് ചെയ്യണമോ ഇത് ചെയ്യണമോ, ഇതൊക്കെ ഒരു പോരാട്ടമാണ്. അപ്പോഴും മകനെ നീ ഓർക്കുക, നീ ഭയപ്പെടരുത്. അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന ആത്മാവിനെയാണ്.